ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പത്തിരിയാണ്. കട്ടിപ്പത്തിരി എന്ന് പറയും, കൈപ്പത്തിരി എന്ന് പറയും. അങ്ങനെ പഴയ കാല ഒരു വിഭവമാണ്, ട്രഡീഷണൽ ഒരു ഐറ്റമാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, സാധാരണ നമ്മൾ നൂൽപുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന മില്ലിൽ പൊടിച്ച പൊടി, അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1 കപ്പ് പൊടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് വരെയൊക്കെ ആവാം, അതിൽ കൂടണ്ട. ഒരുപാട് തേങ്ങ കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെ. വെള്ളത്തിൻ്റെ അളവ് പല പൊടിക്കും പല പോലെ ആയിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് ആ പൊടി നന്നായിട്ട് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചില പൊടികൾക്കൊക്കെ 1/2 കപ്പ് വെള്ളം വേണ്ടി വരും. മിക്കവാറും പൊടികൾക്കൊക്കെ 1/4 കപ്പ് വെള്ളം തന്നെ കറക്റ്റ് ആയിരിക്കും. ചില പൊടികൾക്ക് മാത്രം 1/2 കപ്പ് വെള്ളം ആവശ്യമായി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് സൂക്ഷിച്ച് ചെയ്യുക. കുറവ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കത്തക്ക വിധത്തിൽ ചെയ്യുക. ഇതിപ്പോൾ 1/4 കപ്പ് വെള്ളം കൊണ്ട് കറക്റ്റായി വന്നു. ഇനി ഞാനതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ പത്തിരിയൊക്കെ പരത്തുമ്പോൾ ആ തട്ടുണ്ടല്ലോ സ്റ്റീലിൻ്റെ, അതിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് തമ്മിൽ കൂട്ടി ഒട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. തേങ്ങ ഒരുപാട് കൂടി പോവാതെ ശ്രദ്ധിക്കുക. തേങ്ങ എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റാണ്, പക്ഷേ കൂടി പോകരുത്. കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിലാക്കിയിട്ട് വേണം ഇങ്ങനെ കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ, നൈസ് പത്തിരി ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നൈസ് പത്തിരി ചെയ്യണവർക്ക് അറിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കുക. നൈസ് പത്തിരിയുടേനേക്കാളും കുറച്ചും കൂടി വലിയ ബോൾസ് ആക്കണം. കാരണം ഇത് കുറച്ച് കട്ടി ഉണ്ടാവും. നൈസ് പത്തിരി പോലെ അല്ല, കുറച്ച് കട്ടിയുള്ള ടൈപ്പായിരിക്കും. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക്. ഇപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അന്നുണ്ടാക്കിയ ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല. കാരണം വല്യമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അരി അരച്ചിട്ട് ഒരു കയ്യിൽ പത്തിരി വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ചെറുതായിരിക്കും, പപ്പട വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം കയ്യിൽ വെച്ചിട്ടാണല്ലോ പരത്തുന്നത്. പക്ഷെ അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്കിപ്പോഴും അത് നല്ലൊരു ഓർമ്മയാണ്. ഇനി ഇത് വാഴയിലയിലാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഇലയിലാണ് ചെയ്യുന്നത്. വാഴയില ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പരമാവധി കനം കുറച്ച് ചെയ്തെടുക്കുക. പൊട്ടിപ്പോകുന്നുള്ള പ്രശ്നമൊന്നും വേണ്ട, കാരണം നമ്മൾ നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. പരമാവധി കനം കുറച്ചെടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. തേങ്ങയൊക്കെ ശരിക്കും അതിൽ നല്ല മിക്സ് ആവും, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണല്ലോ തേങ്ങ ഇട്ടത്. ഇപ്പോൾ അത് പരമാവധി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളത് വേറൊരു ഇല വെച്ച് അടച്ചു. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഈ ഇലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ പത്തിരിയിലേക്ക് ഇറങ്ങും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കറിയൊന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല, ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ചും തേങ്ങ ഉള്ളത് കാരണം. മൺചട്ടിയിലാണ് ഞാൻ ചുടുന്നത്, കാരണം ആ പഴയ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണമല്ലോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ മൺചട്ടിയിലാണല്ലോ പത്തിരി, ഓട്ടട ഒക്കെ ചുട്ടിരുന്നത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ഇല നന്നായിട്ട് വാടുമ്പോൾ, ഇപ്പോൾ കണ്ടോ ഇല ഒന്ന് വാടിയിട്ടുണ്ട്, അപ്പോൾ മറ്റേ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല നന്നായിട്ട് വാടുമ്പോൾ നമ്മൾ പത്തിരിയിൽ നിന്ന് അതങ്ങോട്ട് വിട്ടുപോരും. കാരണം നമ്മളിങ്ങനെ അമർത്തിയാണല്ലോ അത് പരത്തുന്നത്, അതുകൊണ്ട് അതവിടെ ഒട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഇലയൊന്ന് ഇപ്പോൾ കണ്ടോ ഈ ഇലയൊന്ന് വാടിയിട്ടുണ്ട്, അപ്പോൾ അതങ്ങോട്ട് തിരിച്ചെടുക്കുക. ആ ഇലയുടെ ഷേപ്പൊക്കെ അതിൽ അതുപോലെ വന്നിട്ടുണ്ട്. ഇലയുടെ ആ ഞെട്ടിൻ്റെ ഷേപ്പൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ഇല നമുക്ക് വേണമെങ്കിൽ അടുത്ത പത്തിരിക്ക് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. വാഴയിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഉപയോഗിക്കാം. ഒരുപാട് വാഴയിലൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചൂടുന്നതെങ്കിൽ അതും സുഖമാണ്, ഇതിലേറെ സുഖമാണത്. ഞാൻ പിന്നെ ആ ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ വരണം എന്ന് വിചാരിച്ചിട്ടാണ് മൺചട്ടി എടുത്തത്. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇപ്പോൾ ഇല നമ്മൾ ഒരു സൈഡിൽ ഇല വാടുമ്പോൾ മറ്റേ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. ആ സൈഡിൽ ഇല വാടുമ്പോൾ ആ സൈഡും മാറ്റിയിട്ട് ഇല ഒഴിവാക്കുക. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് ഒന്നും കൂടി, അങ്ങനെ മൊത്തം 4 പ്രാവശ്യം ചെയ്യണം.
ഇങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക. ഞാൻ പിന്നെ 2 ചട്ടിയൊക്കെ വെച്ചിട്ട് ഇത് കണ്ടോ, ഞാൻ ആദ്യം ചെയ്തതിൻ്റെ ഇല രണ്ടാമത്തേന് ഉപയോഗിച്ചിട്ടുണ്ട്. അധികം കരിയണില്ല എങ്കിൽ ആ ഇല ഉപയോഗിക്കുക. ഞാനിപ്പോൾ ആദ്യം ചെയ്തതിൻ്റെ 2 ഇലയും താഴെ വെച്ച ഇലയും മേലെ വെച്ച ഇലയും അടുത്തതിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചട്ടിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണിത് ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കാരണം തേങ്ങ പത്തിരി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. മാത്രമല്ല പരമാവധി കനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഒരു പലഹാരമാണത്. ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ വേണം. ഇനി ഒരു കറി ഇല്ലെങ്കിലും ചായയുടെ കൂടെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണത്. തേങ്ങാപ്പത്തിരി എന്ന് പറയുന്നവരുണ്ട്. പണ്ട് കാലത്ത് കൈപ്പത്തിരി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വല്യമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് കയ്യിൽ. ഇപ്പം ഞാൻ ഇലയൊക്കെ കണ്ടോ, എല്ലാ ഇലയും കഴിഞ്ഞു, ചുട്ട് കഴിഞ്ഞപ്പോൾ ഇലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, കട്ടി വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. പരമാവധി അങ്ങനെ ചെയ്യാൻ നോക്കുക. അടിപൊളി ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ബീഫ് ഫ്രൈൻ്റെ കൂടെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതുപോലെ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്